ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യക്തിഗതമായ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം നാം ആദ്യം ചെയ്യുന്നത് അഗ്നി ഉപയോഗിച്ചിട്ടുള്ള താന്ത്രിക രീതികളായിരുന്നു. നിർഭാഗ്യങ്ങൾ തടയുന്നതിനും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കുവാൻ ക്ഷേത്രത്തിലേതുപോലെ തന്നെ വീട്ടിലും ചെയ്യാവുന്ന വളരെ ലഘുവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാധാരണമായിട്ടുള്ള ഒരു രീതിയാണ് ദീപം തെളിയിക്കുക എന്നുള്ളത്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ നെയ് വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദുർഗാദേവിക്കാണെങ്കിൽ നാരങ്ങ വിളക്ക് അത്രത്തോളം ശ്രേഷ്ഠകരമായ ഒന്നാണ്. മഹാലക്ഷ്മിയുടെ കടാക്ഷമില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ദുരിതമാവും. ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് തന്നെ ദാരിദ്ര്യ ദുഃഖമാണ്. എല്ലാ ദുഃഖങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും ദാരിദ്ര്യ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ദേവി കടാക്ഷത്തിൻ്റെ കുറവ് കൊണ്ടാണ് എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാനിടയാകുന്നത്. മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ ലക്ഷ്മി ദേവിയുടെ ജനനം എന്ന് പറയുന്നത് ദേവന്മാരും അസുരന്മാരും അമൃതിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്ന 14 വസ്തുക്കളിൽ ഒന്ന് നമ്മുടെ ലക്ഷ്മി ദേവിയായിരുന്നു. ചിങ്ങമാസത്തിലെ വെളുത്ത വാവിൽ വെള്ളിയാഴ്ചയാണ് ദേവി അവതാരമെടുത്തത്. അതുകൊണ്ട് തന്നെ ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമ്മൾ സാധാരണ പണവും സ്വർണവും ഒന്നും കൈമാറ്റം ചെയ്യരുത് എന്നാണ് പറയപ്പെടാറുള്ളത്. പക്ഷേ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അതിന് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ പണ്ടുള്ള ജനങ്ങളൊക്കെ, പണ്ടുള്ള ആൾക്കാരെ അവർ ചൊവ്വ വെള്ളി എന്നുള്ള ദിവസങ്ങളിലൊന്നും പണവും സ്വർണവും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ നെല്ലിമരം ഉള്ളിടത്ത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നും പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ ശങ്കരാചാര്യർ ഭിക്ഷാന്തേഹിയായി നടക്കുന്ന സമയമാണ്. അങ്ങനെ അദ്ദേഹം ഒരു പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിൽ വന്നു ചേർന്നു. അവിടെ അദ്ദേഹത്തിന് കൊടുക്കാനായി, അതായത് ശങ്കരാചാര്യർക്ക് ഭിക്ഷ നൽകുവാനായി ആ പാവപ്പെട്ട ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിൽ ഒന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല. എങ്കിലും അവർ ഈ ഒരു സ്വാമിക്ക് ഒന്നും കൊടുക്കാതെ എങ്ങനെയാണ് പറഞ്ഞയക്കുക എന്നുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലും മാനസിക വിഷമത്തിലും അവർ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ആ ഒരു ഭരണിയിൽ ഒരൊറ്റ നെല്ലിക്ക മാത്രം അവശേഷിക്കുന്നുള്ളൂ. അവരത് വേഗം കൊടുന്ന് നമ്മുടെ ശങ്കരാചാര്യർക്ക് ഭിക്ഷയായി കൊടുത്തു. അത്രയും സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ അവരുടെ കയ്യിലുള്ള ആ ഒരു നെല്ലിക്കയെ അത്രത്തോളം അമൂല്യമായിട്ടാണ് അവർക്ക് തോന്നിയത്. ഒന്നും കൊടുക്കാതെ പറഞ്ഞയക്കുന്നതിലും ഭേദമല്ലേ ഒരു നെല്ലിക്കയെങ്കിലും കൊടുത്ത് ആ ഒരു ആചാര്യനെ മടക്കി അയക്കുക എന്നുള്ളത്. അപ്പോൾ ആചാര്യനാണെങ്കിലും അവരുടെ വീട്ടിലെ പ്രയാസമൊക്കെ മനസ്സിലാക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അദ്ദേഹം ആ നെല്ലിക്ക അത്രത്തോളം സന്തോഷത്തോടു കൂടി വാങ്ങി അദ്ദേഹം ആ തിരുമുറ്റത്ത് നിന്ന്, അവരുടെ വീടിൻ്റെ ആ മുറ്റത്ത് നിന്ന് ഇറങ്ങി നിന്ന് ഒരു മന്ത്രം അങ്ങോട്ട് ചൊല്ലി, അതായത് ഒരു ജപം ചെയ്തു, ഒരു സ്തോത്രം ചൊല്ലി. ആ സ്തോത്രം ചൊല്ലിയതിന് ശേഷം ആകാശത്ത് നിന്നത് ആ തുരിതുരിയായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള നെല്ലിക്കകൾ ഇങ്ങനെ ഉതിർന്ന് വീഴാൻ തുടങ്ങി. അപ്പോൾ ഈ ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഓടിച്ചെന്ന് അത്രത്തോളം സന്തോഷത്തോടു കൂടി ആ നെല്ലിക്കകളൊക്കെ വാരി പെറുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരുടെ ആ കുറച്ചെങ്കിലും അവരുടെ ദാരിദ്ര്യ ദുഃഖത്തിനുള്ള ഒരു ശമനം വരുത്തുവാൻ ഈ ഒരു ശങ്കരാചാര്യരായി വന്ന ഈ ഒരു സന്യാസിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ആ തിരുമുറ്റത്ത് നിന്ന് ചൊല്ലിയ സ്തോത്രം ആണ് പിന്നീട് കനകധാരാ സ്തോത്രം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കനകധാരാ സ്തോത്രത്തിന് എത്രത്തോളം മഹത്വമുണ്ട്, എത്രത്തോളം പുണ്യമുണ്ട്, എത്രത്തോളം അതിന് കഴിവുണ്ട്, ശക്തിയുണ്ട് എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ മന്ത്രമാണ് ശ്രീ എന്ന വാക്ക്. ശ്രീ എന്ന വാക്ക് മഹാലക്ഷ്മിയുടെ മന്ത്രാക്ഷരമായിട്ടാണ് കണക്കാക്കുന്നത്. നെല്ലിമരമുള്ളിടത്തും അതുപോലെ തന്നെ സ്ത്രീകൾ സീമന്തരേഖയിൽ വരയ്ക്കുന്ന സിന്ദൂരത്തിലും നമ്മുടെ വീടുകളിൽ നാം വളരെ കൃത്യനിഷ്ഠയോടുകൂടി അല്ലെങ്കിൽ നമ്മൾ അത്രയും വ്രതശുദ്ധിയോടുകൂടി നമ്മൾ ശാരീരികമായും മാനസികമായും ഒക്കെയുള്ള വ്രതശുദ്ധിയോടുകൂടി നമ്മൾ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ അത് കത്തി തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു വിളക്കിലും ആ ഒരു ദീപത്തിലും നമ്മുടെ മഹാലക്ഷ്മി കുടികൊള്ളുന്നുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നേ ദിവസം ഈ മഹാലക്ഷ്മിയെ ആരാധിക്കുവാനും
പൂജിക്കുവാനും ഒക്കെ വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇന്ന് ഈ ഒരു വർഷത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം എല്ലാ ഭക്തജനങ്ങളും നല്ല രീതിയിൽ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ കനകധാരാ സ്തോത്രവും മഹാലക്ഷ്മി അഷ്ടോത്തരവും ഒക്കെ ജപിച്ചുകൊണ്ട് മഹാലക്ഷ്മി മന്ത്രങ്ങളും മഹാലക്ഷ്മിയുടെ ശ്ലോകങ്ങളും ഒക്കെ ജപിച്ചുകൊണ്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് പാത്രഭൂതരാകുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. കൂടാതെ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് നെല്ലിക്ക വിളക്ക് അല്ലെങ്കിൽ നെല്ലിക്ക ദീപം കൊളുത്തുക എന്നുള്ളത്. അതിനുവേണ്ടി 2 വലിയ നെല്ലിക്കയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ളതാണ് നെല്ലിക്ക എന്ന് പറയുന്ന ആ ഒരു ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വലിയ നെല്ലിക്ക തന്നെ വേണം. അതുപോലെ തന്നെ അഷ്ടലക്ഷ്മിയുടെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ മുന്നിലായി 2 സൈഡിലും 2 വലിപ്പമുള്ള നെല്ലിക്ക വെക്കുക. ആ നെല്ലിക്കയുടെ മുകൾ ഭാഗം ചെത്തി നടുഭാഗം കുഴിയാക്കണം. ഒരു ചെറിയൊരു കുഴിയുടെ രൂപത്തിലാക്കണം. എന്നിട്ട് അതിനുള്ളിലുണ്ടാവുന്ന ആ കുരു നമ്മൾ പുറത്തെടുത്തതിന് ശേഷം അതിൽ കൊള്ളാവുന്ന ചെറിയ രീതിയിലുള്ള ചെറിയ അളവിലുള്ള നെയ്യോ എണ്ണയോ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കൊള്ളുള്ളൂ. പക്ഷേ ഇന്നേ ദിവസം അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ആ ഒരു നെയ്യാണെങ്കിൽ വളരെ നല്ലത്. അതല്ലെങ്കിൽ എള്ളെണ്ണ യൂസ് ചെയ്തിട്ട് നമ്മൾ വിളക്ക് തിരി, അതായത് പഞ്ഞിത്തിരിയൊക്കെയാണ് പറയുക. പക്ഷേ വിളക്ക് തിരിയായിട്ട് ഇപ്പോൾ നമുക്ക് വാങ്ങാനൊക്കെ കിട്ടുന്നുണ്ട്. ആ വിളക്ക് തിരി മഞ്ഞൾപ്പൊടിയിൽ മുക്കി മഞ്ഞൾപ്പൊടിയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു നെല്ലിക്ക ദീപം കത്തിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖമായി തന്നെ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖമായിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ മഹാലക്ഷ്മി മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ചൊല്ലാവുന്നതാണ്. ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും ധനസമ്പത്തും ഒക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഷ്ടലക്ഷ്മിയുടെ കൃപ ലഭിക്കുവാനും നഷ്ടപ്പെട്ട സമ്പത്ത്, നമുക്ക് കൈമോശം വന്നു പോയിട്ടുള്ള നമ്മുടെ സമ്പത്തുകൾ ഒക്കെ തിരികെ ലഭിക്കുവാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഇനി മഹാലക്ഷ്മി അഷ്ടോത്തരവും അതുപോലെ തന്നെ ശ്ലോകങ്ങളൊന്നും അറിയാത്ത, കനകധാരാ സ്തോത്രമൊന്നും അറിയാത്തവർക്കാണെങ്കിൽ ഒരൊറ്റ വരി നാമം കൊണ്ട് ഈ ഒരൊറ്റ വരി നാമമെങ്കിലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. ആ മന്ത്രം ഇതാണ്: ഓം ശ്രീം ഹ്രീം അഷ്ടലക്ഷ്മീ നമഃ. ഓം ശ്രീം ഹ്രീം അഷ്ടലക്ഷ്മീ നമഃ. ഓം ശ്രീം ഹ്രീം അഷ്ടലക്ഷ്മീ നമഃ. ഈ ഒരു മന്ത്രം ഇതൊരു ഒറ്റ വരി മന്ത്രമാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള മന്ത്രമാണ്. അപ്പോൾ ഇതെങ്കിലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒരുവിധം ഒക്കെ പരിഹരിച്ച് തരാൻ മഹാലക്ഷ്മിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഒരു വെള്ളിയാഴ്ച, ഈ ഒരു വർഷത്തിലെ ഈ അവസാന വെള്ളിയാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.